നാളെ തീർച്ചയായിട്ടും കരയെടുത്താൻ ഇടാൻ വേണ്ടി ഇപ്പോഴും ഒരു മെസ്സേജ് വന്നേ ഉള്ളൂ എൻ ഡി ആർ എഫിൻ്റെ CEO ആയിട്ടുള്ള ത്രിവേദി സാറിൻ്റെ നാളെ കരയെടുത്ത് ചേർച്ച ചെയ്യാനുള്ള ഒന്നിലധികം മെഷീൻസ് IRBയിൽ ഓപ്പറേറ്റേഴ്സിന് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ലഭ്യമാണ്. നാളെ 6:30 എത്തിക്കണം എന്നുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈന്യത്തിൻ്റെ റഡാർ അത് കരയിൽ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. അത് നാളെ ഉച്ചയോടെ എത്തും. അപ്പോൾ നാളെ ഈ 99% എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിഗമനമായിരിക്കും. അത് എൻ്റെ നിഗമനമല്ലത്. അത് ഇവിടെ നിന്ന് നിങ്ങളെ മാധ്യമപ്രവർത്തകരെ കാണാം. ഒരു 95% മാറില്ല. നമ്മളത് അത്രയും ഹ്യൂജ് ഡെബ്രിസാണത്. അത് ഈ വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുണ്ടാകുന്ന ബോൾഡേഴ്സ്, ഹെവി ആയിട്ടുള്ള ബോൾഡേഴ്സ് കിടക്കുന്നത്, അത് പൊട്ടിക്കാനുള്ള മെഷീൻസ് ഈ ഈവനിങ്ങാണ് എത്തിച്ചത്. ഈ ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയുണ്ട്. ഇതെല്ലാം ഇത് രക്ഷാപ്രവർത്തനം പ്രതികൂലമായിട്ട് ശരിക്കും ബാധിക്കുന്നുണ്ടത്. ഈ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ലാൻഡ് സെർച്ചിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ശരി വെക്കുന്നുണ്ട് NDRFൻ്റെ ഇപ്പോൾ ഇവിടുത്തെ CEO ചാർജ്, ആർമിയിൽ നിന്ന് വന്ന അഭിഷേക് സാർ ഉത്തരാഖണ്ഡുള്ള ആ CEO സാറ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിക്ടിമിൻ്റെ ഫോൺ 2 ദിവസം പിന്നീട് 2 ദിവസം അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പുഴയിലേക്ക് പോയ ഒരു വെഹിക്കിളാണെങ്കിൽ, ആ ഒരു ട്രക്ക് പുഴയിലേക്ക് പോയിരുന്നെങ്കിൽ അത് എൻറ്റയർലി അത് തകർന്നാണ് പോയിരിക്കുന്നത്. കാരണം ഒരു സ്മൂത്തായിട്ട് ഒരിക്കലും പോകത്തില്ല. അത്ര ആ ഒരു ഏരിയയിൽ നിന്ന് നീങ്ങി അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല അപ്പോൾ തന്നെ അത് മൊബൈലൊക്കെ. രഞ്ജിത്തിന്റെ ഒരു സംശയം, സൈന്യം ഇന്ന് വന്നത് വേണ്ടത്ര തിരച്ചിൽ സംവിധാനങ്ങളില്ലാതെയാണോ? രഞ്ജിത്ത്, ഇന്ന് സൈന്യം എത്തിയത് വേണ്ടത്ര സംവിധാനങ്ങളില്ലാതെയാണോ? ഇപ്പോൾ നാളെ GPRുമായി എത്താം എന്ന് പറഞ്ഞ് സൈന്യം പോവുകയാണ്. അപ്പോൾ അതിലൊരു നിരാശ അവരുടെ ബന്ധുക്കൾക്കടക്കമുണ്ട്. എന്താണ് രഞ്ജിത്തിന് തോന്നൽ? വന്ന ഉടനെ സാറായിട്ട് ഈ സ്ഥലം ബ്രീഫ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ അടുത്ത് പോയിരുന്നു. ഒരു എക്യുപ്മെൻറ്റ്സ് ഇപ്പം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നാളെ റഡാർ എത്തിക്കുന്നതാണ്. GPR അല്ല, ഹൈ പെൻട്രേറ്റിംഗ് പോലുള്ള റഡാർ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ റഡാർ തന്നെ കൊണ്ടുവരുമെന്നാണ് സാർ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കാരണം നിയറസ്റ്റ് എയർപോർട്ട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡബ്ലിൻ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഉച്ചയ്ക്ക് മുമ്പേ അല്ലെങ്കിൽ രാവിലെ തന്നെ കൊണ്ട് എത്തിക്കുന്ന സാർ പറയുന്നത്. നമുക്ക് അത്രയും ഹൈ പെൻട്രേറ്റിംഗ് പവറുള്ള റഡാർ ഉണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ പണി വരുന്നത്. നമുക്ക് സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ശ്രീ രഞ്ജിത്ത്, നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേനയ്ക്ക് ഈ ടെറൈനെ സംബന്ധിച്ച് അറിവില്ലായ്മ ഉണ്ടാകേണ്ടതില്ല, ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് അറിവില്ലായ്മ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ അവർ വേണ്ടത്ര മുൻകരുതലുമായി തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അത് നാളത്തേക്ക് മാറ്റിവെക്കാവുന്ന ഒരു പ്രക്രിയ അല്ലല്ലോ. താങ്കൾ ഒരു രക്ഷാപ്രവർത്തകനാണല്ലോ, താങ്കൾ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണല്ലോ. ഇങ്ങനെയാണോ ഒരു സേന? അതാണ് ചോദ്യം. സേനയുടെ ഭാഗത്തൊരു അലംഭാവമുണ്ടായോ? എനിക്ക് ഇന്ത്യൻ ആർമിയെ കുറ്റപ്പെടുത്തി ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ എന്നും അവരാണ് എനിക്ക് ആദ്യമേ അവർ വഴിയാണ് ഞാൻ ഫീൽഡിലേക്ക്, അവർ ട്രെയിനിങ് വഴിയാണ് ഞാൻ റെസ്ക്യൂ ഫീൽഡിലേക്ക് തന്നെ പിന്നീട് മാറുന്നത് തന്നെ. കാശ്മീരിലൊരു മൗണ്ടറിങ് ട്രെയിനിങ്ങാണ് എൻ്റെ ബേസിക്കായിട്ട് വരുന്നത് തന്നെ. സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് ഫസ്റ്റ് പിന്നെയാണ് വാട്ടർ ട്രെയിനിങ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ആർമി എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. പക്ഷേ ഞാൻ ആവശ്യപ്പെട്ട കളക്ടറിനോട് വന്ന ദിവസം തന്നെ ആവശ്യപ്പെട്ടത് ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് യൂണിറ്റിനാണ് ആവശ്യം. MEG പോലത്തെ എഞ്ചിനീയറിംഗ് ആണ് ഇത് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്, ഡിസാസ്റ്റർ ആയിട്ടുള്ള സംഭവം. അപ്പം മറാത്ത ഇൻഫൻട്രി യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം എഞ്ചിനീയറിംഗ് യൂണിറ്റാണ് സാധാരണ കൂടുതൽ ഈ ഡിസാസ്റ്റർ ഈ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഹെവി കൊളാപ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. രഞ്ജിത്ത്, നാളെ നടക്കാൻ പോകുന്ന പരിശോധനയെ കുറിച്ചുള്ള വിവരങ്ങളാണ് രഞ്ജിത്ത് പറയുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ പറഞ്ഞ റഡാർ സംവിധാനം, അതായത് ഈ ബെഡ്റോക്ക്, നമ്മൾ നേരത്തെ കണ്ട NITയിലെ സംഘം ഉപയോഗിച്ചത് വെറും 2.5 അടി മാത്രം താഴേക്കുള്ള സിഗ്നൽസ് കിട്ടുന്ന റഡാറാണ്, GPR ആണ് ഉപയോഗിച്ചത്. പക്ഷേ ആർമി കൊണ്ടുവരാൻ പോകുന്നത് ഒരു 20 മീറ്റർ മുതൽ 40 മീറ്റർ വരെ ലോങ് ആയിട്ടുള്ള ഒരു പെനട്രേഷൻ ഉള്ള റഡാർ സംവിധാനമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ലേ? ഹൈ ക്വാളിറ്റി ഹൈ പെനിട്രേറ്റിംഗ് റഡാണ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ പിന്നെ എത്ര ഫാസ്റ്റായിട്ട്, കാരണം നമുക്ക് പെട്ടെന്ന് ലൊക്കേഷൻ കിട്ടും. പിന്നെ അവിടെ മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇപ്പോൾ GPR എന്നിട്ട് GPRൻ്റെ സ്ഥലത്ത് നോക്കി, അത് കിട്ടുന്നില്ല. അതിൻ്റെ അടി അവർ അപ്പോഴേ നമ്മൾ GPR ലൊക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ അത് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ എന്നല്ല, മെറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ റോക്ക് സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് റോക്ക് സ്ട്രക്ചർ ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. മെറ്റൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അവിടെ നിന്ന് ഫുൾ അത് ഡെബ്രിസ് നീക്കിയിട്ടുണ്ട്. പിന്നീട് ഭാരത് ബെൻസിൻ്റെ ലൊക്കേഷൻ ട്രേസ് GPS പൊസിഷനിൽ നമ്മൾ അത് റിമൂവ് ചെയ്തിട്ടില്ല.
ഡെബ്രിസ് റിമൂവ് ചെയ്തിട്ടില്ല. ആ GPS കാണിച്ചതിൻ്റെ എതിർവശം ഒരു ചായക്കട ഉണ്ടായിരുന്നു. അതിന് പോയിന്റ് ഔട്ട് ചെയ്ത് അവിടുത്തെ ലോക്കൽസ് കുറച്ച് പിക്ചറൊക്കെ കൊണ്ട് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നാളെ എനിക്ക് 95% മൂവ് ആയിട്ടില്ല. ബാക്കിയുള്ള ഡെബ്രിസ് അതിനുള്ള എത്രയും പെട്ടെന്ന് മൂവ് ഔട്ട് ആക്കണം അത്. അപ്പോൾ നാളെ കുറച്ചുകൂടെ മെഷീൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ എതിർവശത്തുള്ള കുറച്ച് ഇവർ മൂവ് ഔട്ട് ആക്കിയിട്ടുണ്ട് ഈ ഡെബ്രിസ് എല്ലാം. അപ്പോൾ അതും അപ്പോഴോടെ ചേർന്ന് കുറച്ച് ഇത് കിടപ്പുണ്ട്, അവിടെ സെർച്ച് ചെയ്യണം. അവിടെ ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ പിക്ചർ ക്ലിയർ ആകത്തുള്ളൂ. ലാൻഡ് സെർച്ച് എന്ന ഇത് പിക്ചർ ക്ലിയർ ആകത്തുള്ളൂ. കാരണം വാട്ടർ സെർച്ച് ഫസ്റ്റ് 2 ഡേ 6 വരെ നടക്കുകയാണ്. ഇന്നും അതിൻ്റെ അകത്ത് ഞാനും ഒരു ഉച്ചയ്ക്ക് ഒരു മെറ്റൽ ആണെന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്ത് NDRF CO സാർ വിളിച്ചിട്ട് സാറിൻ്റെ കൂടെ പോയി നോക്കിയപ്പോൾ അതൊരു വുഡ് സ്ട്രക്ചറായിരുന്നു. അപ്പം നദിയിൽ അത് നമ്മുടെ ട്രക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഒബ്ജക്റ്റായിരുന്നു. അപ്പോൾ അത് മാറി നേവിയുടെ ആ സമയത്ത് നേവിയുടെ ഉദ്യോഗസ്ഥർ, നേവിയുടെ ടീം ഇൻക്ലൂഡിങ് ഓഫീസർ ഓരോ വാശി കൊടുക്കുക സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സോണാർ വാട്ടറിൽ ഉപയോഗിക്കുന്ന ആ സിസ്റ്റം വെച്ചാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ട്രക്ക് അങ്ങനെ ഉണ്ടാകുന്നതിന് പാർട്സ് അതിൻ്റെ എവിടെയെങ്കിലും ആ സോണാറിൽ കിട്ടേണ്ടത് തന്നെയാണ്. മാത്രമല്ല അത് നേവിയോ NDRF വാട്ടർ യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം അവർ ഇവിടുന്ന് ആ സംഭവം നടക്കുന്ന സീന്ന് 10 കിലോമീറ്റർ സംതിങ് ഉള്ളൂ. അവരെല്ലാം ഈ ബോട്ടിൽ 1 to 6 days അവർ ഈച്ച് ആൻഡ് എവരി കോർണർ അത് വാട്ടറിൽ സെർച്ച് ചെയ്യാണ്. ട്രക്കിൻ്റെ ഒരു സിംഗിൾ പാർട്ട് പോലും വാട്ടറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ട്രക്ക് ഷുഡ് ബി ഇൻ സംവെയർ ഇൻ ദ ലാൻഡ്. അപ്പോൾ അത് അവർ ലാൻഡിനകത്ത് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ആ ഫോൺ റിങ് ചെയ്യുന്ന ഏറ്റവും വലിയ എവിഡൻസാണ്. ഞാൻ നിർദ്ദേശം NDRFനും കൊടുത്ത് ആർമിക്ക് കൊടുത്ത്. കാരണം നമുക്ക് ഓപ്പറേറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ കൂടുതലും ഡിസ്ട്രിക്ട് കളക്ടറിന് അല്ല ആരെക്കാലും മന്ത്രി വരുന്നവരെക്കാരും MLA കാരും ബോധിപ്പിക്കാനൊക്കെ ഉള്ളൂ ഈ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സാണ്.